സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. 480 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 8 മൈനസ് 320 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 പ്ലസ് 5. അതായത് ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, മൈനസ്, പ്ലസ്. അങ്ങനെ എല്ലാ സൈനുകളും ഇവിടെ ഒരുമിച്ച് തന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ എല്ലാ സൈനും തരുമ്പോൾ സാധാരണ നമുക്ക് ഒന്നുകിൽ ഇൻറ്റു അല്ലെങ്കിൽ ഡിവിഷൻ അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഇങ്ങനെയൊക്കെ തരാറ്. ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന് മിക്സ് ചെയ്ത് തന്നിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒറ്റ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നതിൽ ഏതാദ്യം ചെയ്യും? നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. ഡിവിഷൻ ചെയ്യണോ, ഇൻറ്റു ചെയ്യണോ, പ്ലസ് ചെയ്യണോ, മൈനസ് ചെയ്യണോ? അപ്പം അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ ഇവിടെ വരാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. മാത്സിൽ തന്നെ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഈ സെക്ഷനൊക്കെ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലൊക്കെ ആവശ്യമുള്ള സെക്ഷനാണിത്. എല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ വലിയ ക്ലാസ്സുകളിലൊക്കെ ഇഷ്ടം പോലെ വരാം. നിങ്ങൾ ഇനി ഭാവിയിൽ എഴുതാൻ പോകുന്ന എക്സാമുകൾക്കും ഇതൊക്കെ വരാം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല അനുസരിച്ചിട്ട് നമ്മൾ ഫോർമുല ചെയ്താൽ മതി. ഡിമാസ് എന്നാണ് ആ ഫോർമുലയുടെ പേര്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിന് ഡിമാസ് ഇങ്ങനെ വായിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. ഡി എന്ന് വെച്ചാൽ ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്പെല്ലിങ്, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പം ഡിവിഷനാണ് ആദ്യം. അപ്പം ഇതിലത്തെ ഡിവിഷൻ മുഴുവൻ നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ ഡിവിഷൻ. ഇത് നെക്സ്റ്റ് ഡിവിഷൻ ഇവിടെയാണ് വരുന്നത്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഇപ്പുറത്തെ നമ്പർ നടുവിൽ ഡിവിഷൻ്റെ സൈൻ. അപ്പം ഈ ഡിവിഷൻ നമുക്ക് ആദ്യം ചെയ്യാം. ബാക്കിയുള്ള നമ്പറുകളൊക്കെ അതേപോലെ, ബാക്കി സൈനുകളും നമ്പറും അതേപോലെ തന്നെ അവിടെ കിടക്കട്ടെ. 480 ഡിവൈഡഡ് ബൈ 15. 480 ഡിവൈഡഡ് ബൈ 15. 32 ആണ് ആൻസർ. ബാലൻസ് ഒന്നുമില്ല, 32 ആണ് ആൻസർ. ഇതിൻ്റെ ആൻസർ 32. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ 32. ഇനി ഇത് രണ്ടും കൂടെ ഡിവൈഡ് ഇതുമാണ് ആദ്യം ഡിവിഷൻ ആദ്യം ചെയ്യേണ്ടത്. 320 ഡിവൈഡഡ് ബൈ 4. 320 ഡിവൈഡഡ് ബൈ 4 80. 80. അപ്പം ഇതിൻ്റെ ആൻസർ ഇത്, ഇതിൻ്റെ ആൻസർ ഇത്. ഡിവിഷൻ കഴിഞ്ഞു. ഡിവിഷൻ കഴിഞ്ഞാൽ ഡിവിഷൻ്റെ ആൻസറുകളൂടെ എഴുതുമ്പോൾ അതിനോടൊപ്പം ബാക്കിയുള്ളതും കൂടെ ഇവിടെ അതേ ലൈനിൽ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത്. ഇത്രയും വരെയുള്ള എൻ്റെ ആൻസർ ഇതാണ്. അത് കഴിഞ്ഞാൽ ഇൻറ്റു ആണ്. ഇൻറ്റു 8 മൈനസ്, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തതിൻ്റെയാണ് 80. അത് കഴിഞ്ഞാൽ ഇൻറ്റു 3 പ്ലസ് 5. അപ്പം നമ്മൾ ഏതാണോ ചെയ്തത് ആ ചെയ്തത് എഴുതുക, ബാക്കിയൊക്കെ അതേപോലെ തന്നെ ആ ലൈനിൽ എഴുതുക. ഇനി അപ്പം ഡിവിഷൻ നമ്മുടെ കഴിഞ്ഞു ഈ ക്വസ്റ്റ്യനിൽ. ഇനി മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈനിൽ നിന്ന് നമ്മൾ കുറച്ച് ചെയ്ത് അടുത്ത ലൈനിലേക്ക് കടന്നു. ഇനി ഇവിടെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എവിടെയാണ്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇൻറ്റു ഇതൊക്കെ മൈനസും പ്ലസ്സൊക്കെയാണ്. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയും ഇവിടെയും. 32 ഇൻറ്റു 8. ഇൻറ്റു ഇവിടെയാണ്. അപ്പോൾ രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തുള്ളത്. 32 ഇൻറ്റു 8. 32 ഇൻറ്റു 8 256. 256. ഇത് കഴിഞ്ഞു. മൈനസ്, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തത് വേണ്ടേ? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ 80 ഇൻറ്റു 3. 8 ഇൻറ്റു 3 24. ഈ 0 ചേർത്തു, എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ഇതിൻ്റെ ആൻസർ. ഇത് കഴിഞ്ഞാൽ മൈനസ്, ഇത് രണ്ടും കഴിഞ്ഞാൽ പ്ലസ് 5. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ആദ്യത്തെ സെക്ഷനിലത്തെ ഡിവിഷൻ കഴിഞ്ഞു. ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതി.
അടുത്തതിൽ വന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ബാക്കിയൊക്കെ അതേ സൈനുകളും നമ്പറുകളും അതേപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ. അഡീഷൻ. ഇനി ഇതിലേതാ അഡീഷൻ ഉള്ളത്? അഡീഷൻ നിങ്ങൾ വിചാരിക്കും ഇതാണ് അഡീഷൻ എന്ന് വിചാരിക്കും. ഇത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശരിക്കും അഡീഷൻ പ്ലസ് ഉള്ളതാണ്. പ്ലസ് ഉള്ള നമ്പറുകൾ തമ്മിൽ പ്ലസ് ചെയ്യുന്നതാണ് അഡീഷൻ. ഇത് പ്ലസ് ഉള്ള നമ്പർ, അപ്പോൾ +5. പിന്നെ പ്ലസ് ഉള്ള നമ്പർ ഇതാ വരുന്നത്. ഇതിന് സൈൻ ഇല്ല. സൈൻ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനാണ് പ്ലസ് സൈൻ ഉള്ളതെന്നാണ്. ഇതിന് മൈനസ് സൈനാണുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്ലസ് ചെയ്യേണ്ടത്. 2, 5, 6ഉം 5ഉം കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ 261 എന്ന് വരും. 261. ഈ 261 മൈനസ് 240, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ഈ 21 എന്ന് കിട്ടും. ഇനി ഈ സ്റ്റെപ്പ് വരെ എത്തിയിട്ട് നിങ്ങളിപ്പോൾ ഈ പ്ലസ് ഇവിടെ ഇത് എങ്ങനെയാണ് പ്ലസും ഞങ്ങൾക്ക് അറിയണില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തിട്ട് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ ശരിക്ക് നമ്മൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അഡീഷൻ. അപ്പോൾ അഡീഷൻ ചെയ്യുമ്പോൾ എപ്പോഴും തന്നിട്ടുള്ളതിൽ പ്ലസ് സൈനുള്ള നമ്പറുകളാണ് പ്ലസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്ലസ് സൈൻ ഉള്ളത് 5 വരണം. പിന്നെ ഇതിന് സൈൻ മൈനസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൈനസ് സൈനുള്ള നമ്പറാണ്. മൈനസും പ്ലസും നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനില്ല, പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് സൈൻ ഉള്ളതാണ് പ്ലസ് ചെയ്യേണ്ടത്. ഒരു നമ്പറിന് സൈൻ ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പ്ലസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലൈനിൽ പ്ലസ് വരുന്നത് +5ഉം പിന്നെ ഇതുമാണ് പ്ലസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടെ 56ഉം 5ഉം കൂടെ ആകുമ്പോൾ 61. അപ്പോൾ 261 വരും. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ മൈനസ് ഈ നമ്പർ 240. ഇത് രണ്ടും കൂടെ നമ്മൾ വർക്കിംഗ് കോളത്തിൽ മൈനസ് ചെയ്യുമ്പോൾ 21. അപ്പോൾ ഇത്രയും വലിയൊരു ലൈൻ 21 എന്നുള്ള നമ്പറായിട്ട് ചുരുങ്ങി. ഇതാണ് സിംപ്ലിഫൈ. ഈ സാധനത്തിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറിയ ആൻസർ കണ്ടുപിടിക്കണം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടത്, കുറേ എണ്ണം ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. പിന്നെ ആകെ ഒരു 3-4 എണ്ണം മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. ഇതൊക്കെ വലിയ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. സൈനും കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ സൈനുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാൻ വന്നാൽ ഈ സാധനം കാണാതെ പഠിക്കുക. ഡിമാസ് എന്ന് കാണാതെ പഠിക്കുക. ഡിമാസ്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഓർഡറിൽ ചെയ്യുക. ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അത് ഓരോന്നും ചെയ്യുമ്പോൾ സ്റ്റെപ്പായിട്ട് ഡിവിഷൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ്റെ കിട്ടിയ ആൻസർ എഴുതി ബാക്കിയുള്ളതൊക്കെ എഴുതിയിട്ട് ഒരു ലൈൻ. അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു ബാക്കിയുള്ളതൊക്കെ എഴുതിയിട്ട് ഒരു ലൈൻ. അത് കഴിഞ്ഞാൽ അഡീഷൻ്റെ ലൈൻ. അത് കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ, ലാസ്റ്റ് ഫൈനൽ ആൻസർ കാണും. ഓക്കെ.